നീ ചായ കുടിക്കണില്ലേ? എടുക്കണമെന്നുണ്ട്, പക്ഷെ കൈയനക്കാൻ പറ്റണില്ല. പാഞ്ചിക്കുട്ടൻ പപ്സ് കഴിക്കുന്നില്ലേ? കഴിക്കണമെന്നുണ്ട്, പക്ഷെ പല്ല് കംപ്ലീറ്റ് ഇളകിയിരിക്കുക. ഒരു കടി കടിച്ചാല് പല്ല് ഇളകി പപ്സിന്റെ കൂടെ അന്നനാളത്തിലൂടെ ആമാശയത്തിലെത്തി നാളെ രാവിലെ എന്നെ നോക്കി ചിരിച്ചിരിക്കുന്ന സംശയം. ശരിയായിട്ടില്ല. ഹലോ, അതെ, നിങ്ങളിത് ബീഫ് കട്ട്ലൈറ്റ് ആണെന്നല്ലേ പ്രസ്താവിച്ചത്? എന്നിട്ട് ഇതിൽ സവാളയുടെ ഉരുളക്കിഴങ്ങിന്റെ അതിപ്രസരം അല്ലാണ്ട് ഇറച്ചിനെ കുറിച്ച് അവിടെ പരാമർശിക്കണല്ലോ. ഇത് ഞാൻ ഉണരു ഉപഭോക്താവെ ഉണരുവിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോവാണ്. നോൺസെൻസ്. എന്താന്ന് ഞാൻ വെറുതെ വിൽക്കണേന്ന് ഇടിമേടിക്കൂട്ടില്ലടാ. അത് ചപ്ലയറല്ല അല്ലേ? നിങ്ങൾ കഴിക്കണില്ലേ? ചേട്ടാ ഒരു സ്ട്രോ തരോ? എന്തിനാടാ ഈ ചായ കുടിക്കാൻ? ഞാൻ ഇവിടെ ഇരിക്കുമ്പോ നിന്നെ സ്ട്രോ ഇട്ട് കുടിപ്പിക്കാൻ തോന്നണ്ട. എന്റെ ചായ എന്ത് ചേട്ടാ? കളിക്കണ എന്റെ ഉതകപ്പോലെ എന്റെ ചായ എവിടെ? ഞാൻ 1 വർഷം ആയുള്ളൂ ഇവിടെ. ദിയ ചേച്ചി എന്നെക്കാളൊക്കെ സീനിയറാ. ഞാനിവിടെ വന്നപ്പോ ആദ്യമായിട്ട് പരിചയപ്പെടുന്നതും എനിക്ക് വേണ്ട ഗൈഡൻസ് തന്നൊക്കെ ദിയ ചേച്ചിയായിരുന്നു. ഹായ്. കുഞ്ഞുമണി വല്ലതും കഴിച്ചോ? എന്നാ മോൾ ഉറങ്ങിക്കോട്ടോ. ആന്റി എല്ലായിടത്തും ഒന്ന് കറങ്ങിയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം, എന്നിട്ട് നമുക്ക് കളിക്കാവേ. വാവയുടെ ഉവാവ് മാറാൻ ആന്റി തമ്പായിനോട് പ്രാർത്ഥിക്കുവോ? ആന്റിയും പ്രാർത്ഥിക്കുവോ? പ്രാർത്ഥിക്കാട്ടോ. മോൾ ഇത് വെച്ച് പ്രാർത്ഥിച്ചോട്ടോ, എല്ലാ ഉവാവും പെട്ടെന്ന് മാറിക്കോളും. ക്രിട്ടിക്കലാണല്ലോ ചേച്ചി. 901 ഒരുപാട് കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്. അതിപ്പോ നമ്മൾ തന്നെ സോൾവ് ചെയ്യണോ അതോ ഹെഡിന് നേരിട്ട് റിപ്പോർട്ട് ചെയ്താൽ മതി ചേച്ചി? ഇതെന്താ ചേച്ചി ഈ നേരത്തെ ഒരു പ്രാർത്ഥന? നമ്മൾ ആ കൊച്ചിനോട് പറഞ്ഞല്ലേ പ്രാർത്ഥിക്കാന്ന്. എല്ലാവരും പ്രാർത്ഥിക്കാൻ നീക്കും, പക്ഷെ ആരും ചെയ്യാറില്ല. പ്രാർത്ഥന മാറ്റിവെച്ചാലേ വലിയൊരു കട. ഇനി മേലെ ഇവിടെ ഇങ്ങനെ വരരുത്. ഈ കോളത്തിൽ വന്നാൽ ഞാൻ പറയില്ല എൻ്റെ അപ്പനാന്ന്. വീട്ടിലെ വേലക്കാരനാന്നേ പറയൂ. ഞാനങ്ങ് വരട്ടെ, ഈ പഴയതൊക്കെ എടുത്ത് കത്തിച്ച് കളയുള്ളൂ. പതിനഞ്ചാം തീയതി ആവുമ്പോഴേക്കും ബാങ്കിലെ ലോണും ശരിയാവും. പിന്നെ എൻ്റെ സാലറി. തൽക്കാലം അപ്പൻ ഇത് കൊണ്ടുപോയി പണയം വയ്ക്കും. ആ ടെസ്റ്റെങ്കിലും സമയത്തിന് നടക്കട്ടെ. പിന്നെ പുതിയൊരു ഷർട്ടും കൊണ്ടൊക്കെ മേടിച്ചേക്കണം. കൊച്ചെന്തെങ്കിലും കഴിച്ചാ? സമയത്ത് കഴിക്കണേ. ശരി. ആരയച്ചത്? എൻ്റെ അപ്പനാ. ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ അപ്പം വാർക്കപ്പുറത്തുനിന്നൊന്ന് വീണു. നടുവിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നിട്ടും പറ്റാവുന്ന പണിയൊക്കെ എടുത്ത് ആ പാവ എന്നെ പഠിപ്പിച്ചത്. ഇപ്പം അമ്മയുടെ ഓപ്പറേഷൻ എടുത്തതിൻ്റെ ടെൻഷൻ അപ്പന്. ചേച്ചി, കിഡ്നി കൊടുക്കുന്നതിന് പേടിയില്ലേ? സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയല്ലേ, പിന്നെന്തിനാ പേടിക്കുന്നത്? ചേട്ടാ, ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ചേച്ചി എന്തായാലും തിരിച്ചു വരും.
ദിയയ്ക്ക് ആരോട് എന്തെങ്കിലും ഇഷ്ടം? ഏയ്, ഈ ഹോസ്പിറ്റലിൽ തന്നെ എത്ര പേരെ ചേച്ചി പ്രപ്പോസ് ചെയ്തെന്നറിയാവോ? പക്ഷേ ചേച്ചിക്ക് ആരും ഇഷ്ടമല്ലായിരുന്നു. ചേച്ചിക്ക് എന്തോ ആരോട് ഇതുവരെ അങ്ങനെ ഒരു പ്രത്യേക ഇഷ്ടം തോന്നിയിട്ടില്ല എന്നാ ചേച്ചി പറയാറ്. ഒറ്റ നോട്ടത്തിൽ അങ്ങനെ ഇഷ്ടം തോന്നുന്ന ഒരാൾ വരുമെന്നും പറഞ്ഞ് കാത്തിരിക്കുകയാണ് ദീ ചേച്ചി. ചേട്ടൻ ആരാ എന്താ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തോ ദീ ചേച്ചിയെ പറ്റി ചേട്ടനോട് പറയണമെന്ന് എനിക്ക് തോന്നി. ഏതോ ഒരാളെ കാത്തിരിക്കണ ദിയ ചേച്ചി പറയാറില്ലേ, ആ ഒരാള് ഞാനാണ്. നീ നോക്കിക്കോ, ഇനി രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ അവളെ കണ്ടിരിക്കും. യെസ്. ഞാൻ നിന്നോട് ചോദിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ കാണാത്ത പെണ്ണിന്റെ പുറത്ത് നടക്കണേന് ഭ്രാന്തെന്നും വട്ടൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കണേന് തുടക്കം പോലും നീ മാത്രം കൊടുക്കാത്ത സപ്പോർട്ടാണല്ലോ. ആ എന്താടാ? എടാ, ആർക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് കാണാൻ പറ്റേണ്ടത് നിന്റെ മനസ്സ്. ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കണ്ണും വേണ്ട കാണുകയും വേണ്ട. ടെനി, നിനക്ക് ഇന്ന് വരെ ആരെയും കാണണമെന്ന് തോന്നിയിട്ടില്ലേ? നിനക്കൊരു കാര്യം അറിയില്ലല്ലോ, എന്നെപ്പോലെ പാടില്ലാത്ത പിള്ളേരില്ലേ, ഞങ്ങളെക്കാലൊക്കെ കൂടുതൽ വേദനിക്കണത് ഞങ്ങളുടെ അപ്പനമാരൊക്കെയാണ്. അതുകൊണ്ട് അപ്പൻ്റെ അമ്മയുടെ മുഖം ഒന്ന് കാണണമെന്ന് തോന്നും. പിന്നെ നിങ്ങളെയൊക്കെ കണ്ണ് കാണാൻ പറ്റില്ലെങ്കിൽ എന്താ? ദൈവം നിനക്ക് പാടമുള്ള കഴിവ് തന്നിട്ടില്ലേ? പുട്ടാലു പാടിപ്പാടി നീ കുറെ കാശുണ്ടാക്കണല്ലടാ. എൻ്റെ 1000 വെള്ളിയുള്ള പാട്ടിന് 500 ഇടണ ആരാന്നൊക്കെ എനിക്കറിയാട്ടാ. നീ പൈസ ഇടണൊക്കെ എനിക്ക് മനസ്സിലാവണ്ടാ. പിന്നെ അതിൻ്റെ കഴിവിനിട്ട് അംഗീകാരമുള്ളതെന്ന് ഓർത്തിട്ട് അഭിമാനത്തോടുകൂടി ഞാൻ സ്വീകരിക്കണമെന്ന് മാത്രം. ആഹാ, ഓ അല്ലെങ്കിൽ കുറെ കൊത്തി. നീ പോടാ ഉണക്കസ്രാവേ. വാടാ പിടിക്ക്. എൻ്റെ ഷൂ ഇവിടെ ഇല്ലേ? കിട്ടിയ ഷൂ? ആ കിട്ടി. കർത്താവ് ജസ്റ്റാണല്ലോ. ആ, അപ്പം നിങ്ങൾ സംസാരിക്ക്, ഞാനിവിടെ എവിടെ നടന്ന് തട്ടി വീണോളാം. നീ ഇവിടെ ഇരുന്ന് ഷൂ ഒക്കെ ഇട്, ഞാൻ പോരാ. എവിടെ? ഇരിക്കും, അവിടെ ഇരിക്കും. തന്റെ തീരുമാനത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലല്ലോ. ഈ സ്പാർക്ക് അടുത്ത മാസം എൻ്റെ കല്യാണോട്. തനിക്ക് സ്പാർക്ക് വരാൻ വേണ്ടി എത്ര കാലം വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാൻ ഞാൻ റെഡിയാ. പക്ഷെ വീട്ടുകാരെ സമ്മതിക്കുന്നില്ലടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, മിന്നി കെട്ടുന്നതിന് ഒരു സെക്കൻഡ് മുമ്പ് എന്നെ വിളിച്ച ഞാൻ ഇറങ്ങി വരാട്ടോ. സോറിഡോ. ഇതൊക്കെ എന്ത് പറ്റാണ്? അത് ഞാവൽപ്പഴം വീണ എൻ്റെ പാടാ. ഞാവൽപ്പഴോ? ആ ഫസ്റ്റ് താനേ ഈ ലോകം മുഴുവൻ ഞാവൽപ്പഴം അന്വേഷിച്ചു കിടന്നപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നൊരു ഞാവൽ മരം. താനത് കണ്ടില്ല. ഇത് കഴുകിയ പൊക്കോളൂ. അത് കരയണം, കഴുകിയ പോവില്ല. ഓ എന്നാ പോട്ടെ സഹോദര. ഇന്നലെ ഒരു ദുസ്വപ്നം കൂടെ ഞെട്ടിപ്പോടാ. എന്താ ദിവസം നമ്മ രണ്ടുപേരും പണിക്കോണ്. പിന്നെ ആ ഞാനെന്റെ സ്വപ്നത്തിൽ പിന്നെ ഞാനില്ലാട്ടാ. മേലെ ഞങ്ങൾ ഒരു സ്വപ്നത്തിലും ഞാനില്ല. ഞാനുമില്ല. 20 ബോണ്ട, 60 ചായ, 20 പരിപ്പോട, 20 പഴംപൊരി. സാധനം റെഡിയാക്കി വെക്കൂ. കാശ് കണക്കൂട്ടി പറഞ്ഞാൽ ഇപ്പൊ തന്നെ കാം. ഇത്രയും കണക്കൂട്ടിലും ഭേദം കട പൂട്ടുന്നു. കടക്കാരാ എന്തിനാണ് തീ അടക്കുന്നത്?
വീട്ടുള്ള ഒറ്റൊന്നിന് കേരളത്തിൽ അടുപ്പിക്കുക. ചേട്ടാ കണക്ക് തെറ്റിന് കാലിച്ചേടാൻ പോണ ചേട്ടാ ചേട്ടാ ഇയാളൊരു നിർഗുണ പരബ്രഹ്മൻ തന്നെ. വീട്ടിൽ കൂഷ്മാണ്ഡങ്ങൾ ബംഗാളികൾക്ക് കൊടുക്കൂലെന്ന് വിചാരിച്ചിട്ടുണ്ട്. അവൻ ബംഗാളിയല്ലേ, മലങ്കാളിയാണ്. ഇവിടെ നമ്മള് മലയാളികളായിട്ട് ജനിച്ചത് എന്ത് ഭാഗ്യമുള്ളേ. എന്താണ്? വല്ല ബംഗാളിയായിട്ട് ജനിച്ചെങ്കിൽ അന്യ സംസ്ഥാനത്ത് പോയി പണിയെടുത്ത് നമ്മുടെ നടുവൊടിഞ്ഞാന്. അയ്യോ, ശരിക്കും ഉണ്ടല്ലോ, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി റോബോട്ട് ഉണ്ടെങ്കിൽ എന്ത് സൂപ്പർ ആയിരുന്നല്ലേ. പിന്നെ നമുക്കൊന്നും ചെയ്യണ്ടല്ല. അത് ശരിയാവൂല. റോബോട്ടിന് സ്വിച്ച് ഉണ്ടാവും, അത് ഓഫ് ഓണും ചെയ്യണ്ടേ. അതാരും ഞാൻ ചെയ്യുന്നില്ല. ഞാനും ചെയ്യൂല. വേറെ എന്ത് ചെയ്യാൻ പറ്റൂടാ നമുക്ക്? ഇപ്പൊ ഇങ്ങനെ ഇരിക്കണേലും വല്ല കുഴപ്പമുണ്ടോ എനിക്ക്? ഒരു കുഴപ്പമില്ല. ഓ, ഒരു രക്ഷയില്ലടാ. ആ കൊച്ചിനെ കുറിച്ച് നാട്ടുകാർക്കൊക്കെ ഭയങ്കര അഭിപ്രായമുള്ള. എന്തായാലും നിന്റെ സെലക്ഷൻ കൊള്ളാം. നമുക്ക് ആ എസ് ഐനൊന്ന് വിളിച്ചു നോക്കിയാലോ? വിളിക്കാനുള്ളതൊക്കെ ഞാൻ വിളിച്ചാണ്. ഒരു വിവരമില്ല. എന്തേലും വിവരം കിട്ടി അവർ ഇങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞു. എന്നാലും എന്റെ കൊച്ചെ, നീ ഇതെവിടെയാണ്? ഞങ്ങൾ ലല്ലുനെ വെറുതെ കഷ്ടപ്പെടുത്താണ്, ഇങ്ങോട്ട് വന്നൂടെ? മറ്റേ കൊച്ചിലുള്ളത് ഏത്? എന്താ ഒളിഞ്ഞോക്കണേ? ഞാൻ പറഞ്ഞില്ലേ ഒളിഞ്ഞോക്കരുത്, പോത്തെ. ഇയാളെന്തിനാ ചൂടാണത്? ഇതിനെ കാണുമാനില്ലെന്നാ കഴിഞ്ഞ ദിവസം കൂടി അങ്ങ് കണ്ടാണല്ലോ. ഇന്നലെ നിങ്ങൾ എവിടെ കണ്ടു? ഈ കൊച്ചനാണ് എവിടെ? 2.0 പോരട്ടാ. ഇങ്ങനെ പോയ രചന രക്ഷപ്പെടുന്ന എനിക്ക് വന്നല്ല. 500 തോക്കൊക്കെ എടുത്ത ഒരാൾ വെടി വെക്കണേ. മനുഷ്യനോട് ഒരു തോട്ടി വെക്കാൻ പറ്റണം. ഞാൻ മര്യാദക്ക് പറഞ്ഞാണ് സിനിമക്കൊന്നും പോകണ്ടെന്ന്. വെറുതെ ഇരിക്കേണ്ട 3 മണിക്കൂർ വേസ്റ്റ് ആയി. കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയിരുന്ന? ഏയ്, കാര്യമായിട്ടൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. ചെറിയ മുട്ടല്ലേ ഉള്ളൂ. പിന്നെ തൊട്ടടുത്ത് തന്നെ 3-4 ഹോസ്പിറ്റലൊക്കെ ഉണ്ടല്ലോ. അവിടെ എവിടെയെങ്കിലും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ അതിനടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അന്വേഷിച്ച ആളെ കിട്ടും. ഈ ലോകത്ത് ഒരു കാര്യവും വേസ്റ്റ് അല്ല. നിങ്ങൾ രണ്ടൊരു മുത്താണ്, മുത്ത്. സിസ്റ്റർ, ഈ ദിയ ഫ്രാൻസിസിന്റെ പേരിൽ ആരെങ്കിലും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു മിനിറ്റ്, ഇവിടെ ഇല്ല. ശരി. എന്താടാ? ഇല്ല. വാടാ, എന്തായി? നോക്കേ ഫാത്തിമേള് നോക്കാം. വാ. അതെ, അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലൊന്നും ഉണ്ടാവില്ലെന്നേ. ഉണ്ടെങ്കിൽ വീട്ടുകാരിൽ ആദ്യം അറിയാൻ പോണ. പിന്നെ അവർ കാണുമല്ലോ മഞ്ഞ് പത്രത്തിലൊക്കെ പരസ്യം കൊടുക്കും. അല്ല, ചിലപ്പോ ഈ കുട്ടിക്ക് ബോധം വന്നിട്ടില്ലെങ്കിലാ, അപ്പൊ വീട്ടുകാർ അറിയൂല. അത് ശരിയാ. അതെ, ദേ വിളിക്കണം. 20-ാം തീയതി അഡ്മിറ്റ് ചെയ്ത ആ കുട്ടി 3rd ഫ്ലോറിൽ 333-ലുണ്ട്. ഇന്ന് ഡിസ്ചാർജ് ആവും. അങ്ങനെ അവന്റെ പെണ്ണിനെ ആദ്യമായിട്ട് കാണാൻ പോവാ. ആരാ? എന്തേ? ലല്ലു എവിടെ? എന്തു പറ്റി?
തയ്യാറാവണേടാ. ഇത്രയും നാൾ കാത്തിരുന്നിട്ട് ഞാൻ വന്നപ്പോഴേക്കും താൻ പോയി കളഞ്ഞു. പുതിയ ഷർട്ടാ. അവൾക്ക് ഈ മുഷിഞ്ഞ ഷർട്ട് ഇടുന്നത് ഇഷ്ടമല്ല, ചീത്ത പറയും. ഇതെങ്ങനെയുണ്ട്, കൊള്ളാല്ലേ? വാ, കിടക്കണമെന്നില്ല, വന്ന് കാണും. നീ ഇതെവിടെയായിരുന്നു? സ്വർണ്ണ പാദസര ഇടാൻ കൊതിച്ച് നുള്ളിപ്പറക്കി വാങ്ങിയത്. അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി ഊരി തന്നു. ഇതിട്ടിട്ട് പോയാ മതി, ഇതിട്ടിട്ട് പോയാ മതി എന്റെ കൊച്ച്, ഇതിട്ടിട്ട് പോയാ മതി. അവളോടൊന്നും മിണ്ടാൻ പോലും പറ്റില്ല. ഒരു പാഞ്ചിക്കോട്ടെ എന്ത് ചെയ്യാനാടാ, വിട്ടുകാണാ. അതങ്ങനെ വിട്ടുകളൊന്നും പറ്റില്ല ഏട്ടാ. ഇടാ, ആള് പോയില്ലേ, ഇനി എന്ത് ചെയ്യാനാ? ആളെ പോയിട്ടുള്ളൂ, അവളോടുള്ള ഇഷ്ടം പോയിട്ടില്ലല്ലോ. നീ എന്ത് പ്രാന്തായി പറയണത്? ചാൻസ് ചേച്ചി മരിച്ചിട്ട് 10-12 കൊല്ലമായില്ലേ? ഇപ്പോഴും ചേച്ചി വാചിക്കുള്ളിലില്ലേ? ഇല്ലേ? അതുപോലെ അവൾ എൻ്റെ ഉള്ളിലുണ്ട്. ആ ഇഷ്ടം അവസാനം വരെ ഉണ്ടാവുകയും ചെയ്യും. ലല്ലു, ഏതോ വണ്ടി തട്ടിയിട്ട് നിർത്താതെ പോയതാവും. റോഡിൽ നിന്ന് കുറച്ച് താഴത്തേക്ക് ഉരുണ്ടുപോയായിരുന്നു, അതുകൊണ്ടാരും കാണാതിരുന്നത്. മോർച്ചറിയിൽ നിന്ന് ഇന്ന് രാവിലെ തിരിച്ചറിഞ്ഞത്. ഇടിച്ച വണ്ടിയാണെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. സാർ അന്വേഷിച്ച വണ്ടി ഒരിക്കലും കിട്ടാൻ പോണ സാർ. എന്ത്? സാറ് ഡേവിസിന്റെ കൊച്ചാപ്പനല്ലേ?